ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ വ്ളോഗാണ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നായിരുന്നു ഇന്നലെ വിചാരിച്ചിരുന്നത്. പക്ഷേ രാവിലെ എണീച്ചപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യം കംപ്ലീറ്റ്ലി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു സെൽഫ് കെയർ വ്ളോഗ് പോലെ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഹെയർ കെയർ, സ്കിൻ കെയർ, അതുപോലെ അങ്ങനത്തെയൊക്കെ കാണിക്കുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ വ്ളോഗാണ്. പിന്നെ ഈ ഇൻട്രോ ഞാൻ എടുക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഈ ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ ഹെയർ നല്ല കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നത്. നേരത്തെ കുറച്ച് ഫ്രിസി ആയിട്ടായിരുന്നു ഇരുന്നത്, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സെൽഫ് കെയർ വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും സെൽഫ് കെയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബോട്ടിലിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തേക്കുന്നതും പുറത്ത് കാണിക്കുന്നതും അല്ലാതെ ഉള്ളിലോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ വാട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വെള്ളം കുടിക്കുന്നതോറും നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കുറച്ചും കൂടി ഷൈനി ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ബോട്ടിൽ എനിക്ക് മേടിച്ചു തന്നത്, ഞാൻ തീരെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് ഇതുപോലത്തെ ബോട്ടിൽ മേടിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ബോട്ടിൽ കാണുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു വരും. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചോളും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മസാജാണ്. അപ്പോൾ നമ്മൾ ഓയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ എന്ത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ ഹെയർ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഹെയർ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക, ടാങ്കിൾസ് ഒക്കെ മാറ്റിയതിന് ശേഷം. ഞാനിവിടെ നീലിബൃങ്കാതി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ വെച്ച് ഹെയർ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ മാസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇലകൾ പറിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പറിക്കാൻ പോകുന്ന ഇലയെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇല നിങ്ങളുടെ മോസ്റ്റ്ലി എല്ലാ വീട്ടിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെമ്പരത്തി ഇല യൂസ് ചെയ്യാം. ചെമ്പരത്തി ഇലയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്, പക്ഷേ ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അടുത്തത് മുരിങ്ങയിലയുടെ ഇലയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ചെമ്പരത്തി ഇല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മുരിങ്ങയിലയുടെ ഫുള്ള് ഏറ്റവും മുകളിലായിരുന്നു നിൽക്കുന്നത്. എങ്ങനെ പറിക്കുമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് താഴെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പറിച്ചെടുത്തത്. അടുത്തത് കരിവേപ്പിലയാണ്. കരിവേപ്പില ഈസ് ആക്ച്വലി എ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ബട്ട് സ്റ്റിൽ ചെമ്പരത്തി ഇല കുറച്ചും കൂടെ നല്ല മെയിനാണ്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ചെമ്പരത്തി ഇല മാത്രം ഇട്ടാൽ തന്നെ അടിപൊളിയാണ്. ബട്ട് ഇതൊക്കെ ഇടുന്നവരുണ്ട്, ഉള്ളവർ ഇതൊക്കെ ഇടുക, അല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ 3 ഇലയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല എന്താ പറയുക, ഹെയർ മാസ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതുപോലെ കറക്റ്റ് ആക്കിയെടുക്കണം. ഇനി നിങ്ങളിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക മീൻസ് ഒഴിച്ച് നോക്കി അടിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒറ്റയടിക്ക് ഇച്ചിരി തോനെയായിപ്പോയി ഒഴിച്ചത്. പിന്നെ കുറച്ച് ഇലയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് നോക്കി കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒഴിക്കുമ്പോഴേക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ടു തിക്കും ആവണ്ട. അപ്പോൾ ഇത് നമുക്കിനി ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടെ തിക്കാവാം, കുഴപ്പമില്ല. ബട്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ തിക്കാക്കി എടുക്കുക. അപ്പോൾ കറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഞാൻ ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്ലൈ ചെയ്യുന്ന വലിയ മെത്തേഡും കാര്യങ്ങളൊന്നുമില്ല. സെക്ഷനായിട്ട് എടുത്തിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്താൽ മതി.
15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 12:50 നമുക്കൊരു 1 മണി 1:05 ആകുമ്പോൾ വാഷ് ചെയ്യാം. അപ്പോൾ അതേ 1:05 ആവാറായി. നമുക്ക് എന്തായാലും പോയി വാഷ് ചെയ്യാം. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് ഉണക്കി സെറ്റായിട്ട് വരാം. ഞാൻ ബയോലേജിൻ്റെ അവക്കാഡോ ഹെയർ സെറമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഞാനങ്ങനെ മുഖത്ത് വലിയ സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഞാൻ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ പിന്നെ ലിപ് ബാം. ഇത് രണ്ടുമാണ് എൻ്റെ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയാമോ അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഓവറായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം, എന്നാലേ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ആസ് യു ഓൾ നോ ലിപ് ബാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ് ഗൈസ്, ഞാൻ ബർഗണ്ടി കളർ കുറച്ച്, അതൊക്കെ ഇപ്പോൾ പോയി, മുടി വളർന്ന് അത് താഴോട്ട് പോയിട്ടുണ്ട്. മുകളിലായിരുന്നു അടിച്ചത്, ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. കുറച്ച് അടിച്ചിട്ടുണ്ട് ബർഗണ്ടി കളർ. അപ്പോൾ ഞാൻ ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത്രയും നേരം ഞാൻ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്ത്. എനിക്ക് ഈ ടേബിളിൻ്റെ മണ്ടയിൽ ക്യാമറ വെച്ചാൽ പോരായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. അപ്പോൾ നമ്മളിനി കുറച്ച് നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി പോവാണ്. എൻ്റെ നെക്കൊക്കെ ഒരുമാതിരി, ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസമല്ലേ നമുക്കിങ്ങനെ നെയിൽ പോളിഷ് ഇടാൻ പറ്റത്തുള്ളൂ. സ്കൂളുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ സ്കൂളില്ലാത്ത വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ ഫോണിനൊരു കുഴപ്പമുണ്ട്. ഒരുപാട് നേരം ഇങ്ങനെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോണ് ചൂടായി എന്ന് കാണിക്കും. അതായത് ദിസ് ഫോൺ ഇസ് ടു ഹോട്ട് എന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് ഈ വീഡിയോ എടുക്കുന്നത് നിൽക്കും. അപ്പോൾ ഞാൻ ഇത്രയും നേരം ചെയ്തൊന്നും ഫിലിം ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫിലിമിങ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി താഴെ പോയി ലഞ്ചൊക്കെ കഴിക്കാം. ലഞ്ച് കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് മുടിയൊക്കെ ഉണങ്ങി സെറ്റാവും. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത എന്ത് വീഡിയോ വേണമെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.